എമർജൻസി അലേർട്ട് എന്നൊരു മെസ്സേജ് മൊബൈൽ ഫോണിൽ വന്നാൽ ആരും ഒന്ന് അമ്പരക്കും. എന്നാൽ നാളെ പകൽ ഇത്തരം മെസ്സേജ് വന്നാൽ പേടിക്കേണ്ട. കാരണം അതൊരു മറ്റൊരു ടെസ്റ്റിന്റെ ഭാഗമാണ്. എന്താണ് ഈ ടെസ്റ്റ്? ഈ കേട്ടതാണ് സംഭവം. ഇങ്ങനെ പ്രത്യേക ശബ്ദത്തിൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന സന്ദേശം. ഇത് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോണുകളിലൂടെ ജാഗ്രതാ നിർദ്ദേശം നൽകാനുള്ള സംവിധാനമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേന്ദ്ര ടെലികോം മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നാളെ പകൽ 11 മണി മുതൽ 4 മണി വരെ ഈ സംവിധാനത്തിന്റെ പരീക്ഷണം നടക്കുമെന്നാണ് അറിയിപ്പ്. കുറച്ചു പേർക്കെങ്കിലും ഇതിനകം തന്നെ സന്ദേശം കിട്ടിയിട്ടുമുണ്ടാകും. പ്രത്യേക ശബ്ദത്തിനും വൈബ്രേഷനുമൊപ്പം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും മാറി മാറി സന്ദേശം ഫോൺ സ്ക്രീനിൽ തെളിയും. സുനാമി, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒന്നടങ്കം വേഗത്തിൽ സന്ദേശം എത്തിക്കാനാണ് ഈ സംവിധാനം. ഇപ്പോൾ നടക്കുന്നത് പരീക്ഷണമാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഭാവിയിൽ ഇത്തരത്തിൽ ഒരു അറിയിപ്പ് വന്നാൽ അത് ഗൗരവത്തിലെടുക്കണം. അതൊരു അപകട മുന്നറിയിപ്പായിരിക്കാം. മൊബൈൽ സൈലന്റ് മോഡിലാണെങ്കിൽ പോലും അലേർട്ട് വരുമ്പോൾ ശബ്ദമുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ അങ്ങനെ ശബ്ദമുണ്ടാകുന്നില്ല എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം എമർജൻസി അലേർട്ട് സംവിധാനങ്ങൾ ഉപയോഗത്തിലുണ്ട്.